പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഒരുപാട് ആൾക്കാർ കമൻറ്റിൽ ഇവിടെ വാട്സപ്പിലൂടെ എല്ലാവരും എനിക്ക് ഇങ്ങനെ മെസ്സേജ് അയച്ച് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ഈ ചെടികൾക്കൊക്കെ എന്താണ് വളം ചെയ്ത് കൊടുക്കുന്നത്? ആ വളം ചെയ്ത് കൊടുക്കുന്നത് എന്താണെന്ന് ഒരുപാട് കമൻ്റായിട്ട് ആൾക്കാർ ചോദിച്ചിട്ട് ഞാനത് പബ്ലിഷ് ചെയ്തിട്ടില്ല, വീഡിയോ പിടിച്ചിട്ടില്ല കേട്ടോ. കാരണം എന്ന് പറഞ്ഞാൽ അതൊരു ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നതും നമുക്കത്ര ഇഷ്ടപ്പെടാത്തതുമായൊരു വളക്കൂട്ടാണത്. അപ്പോൾ അത് ആർക്കും അത്ര ഇഷ്ടപ്പെടില്ല. ഈ കൃഷിനെ സ്നേഹിക്കുന്ന ആൾക്കാർക്കും അതുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർക്കൊക്കെ മാത്രമേ ഇപ്പോൾ അത് ഇഷ്ടപ്പെടുള്ളൂ കേട്ടോ. കാരണം എന്ന് പറഞ്ഞാൽ നമ്മളെ പച്ചക്കറി വേസ്റ്റ്, അതുപോലെ തന്നെ മീൻ വേസ്റ്റ്, ഇറച്ചി, കഴുകിയ വെള്ളം, തേങ്ങ വെള്ളം, നമ്മളെന്ത് പച്ചക്കറി വേസ്റ്റ് നമുക്ക് അതിലിടാം കേട്ടോ. അപ്പോൾ അങ്ങനെ ഇട്ടിട്ട് ഇടുമ്പോൾ അതിന് നമുക്ക് വലിയ ദുർഗന്ധം ഉണ്ടാവും. നല്ല അത്ര സുഖമുള്ളൊരു വാസന അല്ല അതുള്ളത്. അപ്പോൾ അത് നമുക്കൊരു സഹിക്കാൻ പറ്റുന്നതും കൂടുതലാണ്. പിന്നെ കാരണം എന്ന് പറഞ്ഞാൽ നമ്മളെ വീട് അടുത്തൊക്കെ തിങ്ങിപ്പാർക്കണ വീടുകളുള്ളിടത്താണെങ്കിലും ഇതൊന്നും ആരും ചെയ്യാതിരിക്കട്ടോ. അവർക്ക് വരെ ബുദ്ധിമുട്ടാവും ഇതിൻ്റെ വാസന പറഞ്ഞാൽ. രാത്രി നമ്മൾ ഇത് ഉപയോഗിക്കേണ്ടത് നമ്മൾ വൈകുന്നേരം രാത്രി ഒരു 8 മണിയൊക്കെ കഴിഞ്ഞിട്ടാണ്. എന്നാൽ വീട്ടിലൊക്കെ ആൾക്കാർ ഒതുങ്ങിയ സമയത്താകുമ്പോൾ നമുക്ക് അടുത്ത വീടുകളിലൊക്കെ അപ്പുറത്തേക്ക് വാസന ഇരിക്കാതിരിക്കാനൊരു കാരണമാവും അത്. അപ്പോൾ അത് ആദ്യം ശ്രദ്ധിക്കുക. എന്നിട്ട് ഇങ്ങനെയൊക്കെ ഒഴിഞ്ഞ സ്ഥലത്തുള്ള ആൾക്കാർക്കാണെങ്കിൽ ഇത് വ്യാപകമായിട്ട് നല്ല ഉണ്ടാക്കട്ടോ. തിങ്ങിപ്പാർക്കുന്ന ആൾക്കാർ ഇത് ഉപയോഗിക്കാതിരിക്കാവും നല്ലത്. അപ്പോൾ ഞാനത് ആദ്യം ഞാൻ കാണിക്കുകയാണ് കേട്ടോ. നമ്മളിതിൽ മത്തി വേസ്റ്റ് ഉണ്ട്, അതുപോലെ തന്നെ അയിലൻ്റെ വേസ്റ്റ്, തക്കാളി, വെളുത്തുള്ളി, അങ്ങനെ നമ്മളെല്ലാ പുളിങ്ങ പിഴിഞ്ഞതിൻ്റെ ചണ്ടി, നമ്മൾ അതേമാതിരി പൊട്ടാറ്റോൻ്റെ തൊലി, അങ്ങനെ നമ്മളെല്ലാ വേസ്റ്റും ഇതിലുണ്ട്. അപ്പോൾ അത് നമ്മളിങ്ങനത്തെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ഇതിൽ ഇങ്ങനെ ഇതുണ്ടല്ലേ. ഇപ്പോൾ അത് മത്തി, ഇത് എനിക്കിങ്ങനെ കാണിച്ചു തരുമ്പോൾ നിങ്ങൾക്ക് വലിയൊരു സുഖം ഉണ്ടാവില്ല. പക്ഷേ ഇതിങ്ങനെ കമൻറ്റ് കൂടെ ചോദിച്ചത് കൊണ്ട് മാത്രമാണ് ഞാൻ ഈ വളത്തിൻ്റെ കൂട്ട് പറയണത് കേട്ടോ. ഇത് നമ്മൾ എടുത്തിട്ട് ഇതിൽ ഈ ഒരു ഇതിലിങ്ങനെ ഇളക്കി വെക്കും കേട്ടോ. അതിൽ നമ്മൾ ചക്കൻ്റെ മടലുണ്ട്, അതുപോലെ തന്നെ നമ്മൾ ഈ മത്തിൻ്റെ വേസ്റ്റ്, പഴത്തൊലി, പലതും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ അങ്ങനെ ഇട്ട് വെച്ചിട്ട് ഒരാഴ്ച 15 ദിവസമൊക്കെ എത്ര പഴകിയാലും പഴകുന്നിടത്തോളം നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇത് നല്ല വാസന ഉണ്ടാവും. അപ്പോൾ അതിനൊക്കെ ഇഷ്ടമുള്ളവർ മാത്രം ഇതിന് നിന്നാൽ മതി. അടുത്ത് വീടുകളുള്ളെങ്കിൽ അവരെയും കൂടി വിശ്വാസത്തിലെടുത്തിട്ട് നമ്മളിത് ചെടിക്ക് ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ അയൽക്കാരായിട്ട് തെറ്റേണ്ടി വരും. നല്ല വാസനയാണ് കേട്ടോ. നല്ല വാസന അല്ല, ദുർഗന്ധമാണ്. നമുക്ക് സഹിക്കാൻ പറ്റാത്തതിലും അപ്പുറത്തേക്കാണ് ഇതിൻ്റെ വാസന ഉള്ളത്. അപ്പോൾ ഇത് നമ്മൾ കൃഷിക്കാർക്ക് പിന്നെ അതൊരു പ്രശ്നമല്ല കേട്ടോ. അവരിപ്പോൾ ചാണകവും ഒക്കെ കൈയായിട്ട് വാരുമൊക്കെ ചെയ്യും. അത് വെച്ചിട്ട് നമ്മൾ ഈ കൃഷിയായിട്ട് ബന്ധപ്പെടാത്തവരോട് നമ്മളിതൊന്ന് വാരി എന്ന് പറഞ്ഞാൽ അവരെ ചെയ്യില്ല. അപ്പോൾ കൃഷിനെ സ്നേഹിക്കുന്ന ആൾക്കാർക്ക് ഇതൊരു വിഷയമല്ല കേട്ടോ. ഇത് നമ്മളെന്ത് ചെയ്യുക, ഇതിൻ്റെ കുറച്ച് വെള്ളം, നല്ല വെള്ളം ഒഴിച്ചിട്ട് നമ്മളിത് ഇളക്കുക. ഒരാഴ്ച കഴിഞ്ഞ് എടുക്കുക, അല്ലെങ്കിൽ കുറച്ച് വൈകിയാലും കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് ഇത് നമ്മൾ ഈ വെള്ളം ഇതിൽ നിന്ന് എടുക്കുന്നതിനനുസരിച്ച് നമ്മൾ വേസ്റ്റ് എന്നും വേണമെങ്കിൽ ഇതിൽ കൊടുന്നില്ല കേട്ടോ. അപ്പോൾ ഇത് ഫുള്ളാകുമ്പോൾ നമുക്ക് വേറൊരു ബക്കറ്റ് ഇതിൽ വേണമെങ്കിൽ, ഇതിപ്പോൾ ഏകദേശം ഫുള്ളായിട്ടുണ്ട്. ഇത് നമുക്ക് ഉപയോഗത്തിൽ എടുക്കാനുള്ള സമയമായിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ എന്ത് ചെയ്യുക, ഒരു ചെറിയൊരു നമ്മളെ ദേഹത്തൊന്നും ആവാതിരിക്കാൻ നോക്കുക. ദേഹത്ത് അതിൻ്റെ വാസനയൊക്കെ മേത്തായിട്ടുണ്ടെങ്കിൽ പോകാൻ നല്ല പണിയാണ്, നല്ല കഴുകേണ്ടി വരും. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഇതെടുക്കുമ്പോൾ കൈമേൽ ഒരു എണ്ണയൊക്കെ പുരട്ടിയിട്ട്
ഇത് എടുക്കുക. എന്നാലും പിന്നെ അവിടെ കേൾക്കുമ്പോൾ ആ എണ്ണൻ്റെ ഒപ്പം അത് നമ്മൾ കയ്യിൽ നിന്നും പോകും. ഇത് നമ്മൾ ഒരു ബക്കറ്റിൽ ഇത് ഫുള്ളായിട്ട് നമ്മൾ ഇതെടുക്കുക. ഞാനിപ്പോൾ ഇത് പിന്നെ ഈ വീഡിയോ എനിക്ക് ചെയ്യാൻ ഇഷ്ടമല്ല കേട്ടോ. എല്ലാവരും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വാട്സപ്പിലായാലും ഇത് പിന്നെ വീഡിയോൻ്റെ താഴെ കമൻറ്റിലൊക്കെ എന്ത് വളം കൊടുക്കണമെന്ന് ഇങ്ങനെ ചോദിക്കുന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യണത്. അല്ലെങ്കിൽ ഇത് ചെയ്യാൻ തീരെ താല്പര്യമില്ലാത്തൊരു വിഷയമാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഇത് ഭയങ്കര ബുദ്ധിമുട്ടാണത്. ഇത് നമ്മൾ പിന്നെ ചെടിക്കൊക്കെ ഒഴിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മളെ ഡ്രസ്സും ഒക്കെ നമ്മൾ ഉപയോഗമില്ലാത്ത ഡ്രസ്സൊക്കെ എടുക്കുക. അത് പിന്നെ അതിന്മേലായിട്ടുണ്ടെങ്കിൽ കഴുകിയാലടക്കം പോകില്ല, അത്രക്ക് നാറ്റയിക്കാരം കേട്ടോ. പക്ഷെ ചെടിക്ക് ഇത്ര ഒരു നല്ല വളം നമ്മളിനി വിപണിയിൽ ഇനിയിപ്പോൾ എന്ത് വളം കൊടുത്താലും ഇത്ര ഉഷാറിൽ ചെടികൾ നന്നാണ് വേറൊരു പിന്നെ വളമില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഈ പിന്നെ ബക്കറ്റിൽ ഇത്ര എടുത്തിട്ടുള്ളൂ കേട്ടോ. അത് ഫുള്ള് നമ്മൾ വെള്ളം ഒഴിക്കാം. അത് നേർപ്പിക്കണം. അത് നേർപ്പിക്കാതെ ഒരു ചെടിക്കൊണ്ട് ഒഴിച്ച് കൊടുക്കരുത് കേട്ടോ. നല്ല നേർപ്പിച്ച് പിന്നെ നല്ല പിന്നെ ഈ ബക്കറ്റ് കാൽ ഭാഗം വെള്ളം നമ്മൾ ഈ വെള്ളം എടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ ഫുള്ള് വെള്ളമാക്കണം കേട്ടോ. മുക്കാൽ ഭാഗം വെള്ളം നിറക്കി ഈ ഒരു ബക്കറ്റിൽ. അപ്പോൾ ഇത് ഏകദേശം നിറഞ്ഞിട്ടുണ്ട് ഇത്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇത് ഈ ചെറിയ പച്ചക്കറികൾക്കൊന്നും ഇത് പിന്നെ ഒഴിച്ച് കൊടുക്കരുത് കേട്ടോ. നമ്മൾ ഒരു 2-3 ഇല പച്ചക്കറികൾക്കൊന്നും ഇത് ഒഴിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഉണങ്ങിപ്പോകും. അപ്പോൾ ഇത് നമ്മൾ നേർപ്പിക്കാതെ ഇത് നമ്മൾ പിന്നെ ചെടിക്ക് ഒഴിച്ചിട്ടുണ്ടെങ്കിലുള്ള വിഷയം ആ ചെടി കൊണ്ട് ഉണങ്ങി പോയി കിട്ടും കേട്ടോ. അപ്പോൾ ഇത് നേർപ്പിച്ചിട്ട് നമ്മൾ ഓരോ ചട്ടിയിലും കുറേശ്ശെ ഒഴിച്ച് കൊടുക്കാം. ഇതിപ്പോൾ പിന്നെ തൂക്ക് ചട്ടി ആയതുകൊണ്ടാണ് കുറച്ച് ഒഴിക്കണത് കേട്ടോ. അല്ലെങ്കിൽ വലിയ ചട്ടിയിലൊക്കെ നമുക്ക് ഈ ഒരു പിന്നെ പെയിൻറ്റിൻ്റെ ഈ ഒരു അളക്കിന് പകുതി ഒഴിച്ച് കൊടുക്കാം. ഇത് ഈ ഒരു ചെടി ആയതുകൊണ്ടാണ് നമ്മളിങ്ങനെ കുറച്ച് ഒഴിച്ച് കൊടുക്കുന്നത്. ഇത് മേത്തേക്കായിട്ടുണ്ടെങ്കിൽ നമ്മൾ ഭയങ്കര നാറ്റാണെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ചിട്ട് നമ്മളിത് കൈകാര്യം ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് നമ്മളെ പിന്നെ എല്ലാ ചെടികൾക്കും നമ്മളിതിങ്ങനെ ഒഴിച്ചെടുക്കും. ഈ ഭാഗത്തൊക്കെ അവന് ഇന്നലെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നോക്കിയിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ഇവിടെ ഒഴിച്ചിട്ടില്ല. ഒരു അരപ്പാട്ടിൽ തന്നെ ഞാൻ എടുക്കണില്ല കേട്ടോ. അപ്പോൾ ഞാനിതിവിടെ ഇതിങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നത് നമ്മൾ അടുത്തൊന്നും വീടില്ല കേട്ടോ. അപ്പോൾ വീടുണ്ടെങ്കിൽ തന്നെ നമ്മളെ പിന്നെ റിലേറ്റീവ്സ് ആണ്, നമ്മളെ കുടുംബക്കാരാണ് കേട്ടോ. അതുകൊണ്ടാണ്. അല്ലെങ്കിൽ നമ്മൾ അടുത്തൊക്കെ വേറെ ഏതെങ്കിലും വീടുകളുണ്ടെങ്കിൽ പിന്നെ അവർ വിഷയമാക്കിയിട്ടുണ്ടെങ്കിൽ ഒരു പ്രശ്നമാവും കേട്ടോ. നല്ല മണമുണ്ട്. അപ്പോൾ ഇപ്പോൾ ഇവിടെ വീട് എടുത്തില്ലാത്തതുകൊണ്ട് നമുക്കൊരു കുഴപ്പമില്ല. അവർക്ക് കഴിഞ്ഞപ്പോൾ ആരാണെങ്കിലും മണം എന്നൊരു സഹിക്കാൻ പറ്റാത്തൊരു മണമാണെങ്കിലും ഇപ്പോൾ ആരാണെങ്കിലും അത് പറയത്. ഇതിപ്പോൾ ഞാനിപ്പോൾ ഇത് വെച്ചൊരു പിന്നെ 10 മിനിറ്റ് കഴിഞ്ഞാൽ അവരിപ്പോൾ വിളിക്കും കേട്ടോ. ജ്യേഷ്ഠനാണെങ്കിലും ഈ വളം ഒഴിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കും. കാരണം ആ മണം അവിടേക്ക് എത്തും. അതിപ്പോൾ നമ്മൾ അടുത്ത വീടുകൾ എടുത്തുള്ളതാണെങ്കിൽ പിന്നെ പറയും വേണ്ടല്ലോ. അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ചിട്ട് മാത്രമേ നിങ്ങൾ ഈ പിന്നെ വളം ഇത് ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. ഞാനിതിൻ്റെ ന്യൂനതകൾ മാത്രമാണ് ഇപ്പോൾ ഇതുവരെയും പറഞ്ഞത് കേട്ടോ. ഇതിൻ്റെ ഗുണങ്ങളെന്ന് പറഞ്ഞാൽ നമ്മൾ പിന്നെ ഇതിപ്പോൾ നമ്മൾ ഇങ്ങനെ ഒഴിക്കുന്നുണ്ടല്ലോ. ഇതിപ്പോൾ പാറ്റംബോസ്, യൂറിയ, പൊട്ടാസ്യം അങ്ങനത്തെ NPK വളങ്ങളൊക്കെ കൊടുക്കണേക്കാട്ടിലും നല്ല റിസൾട്ടാണ് ഇതിന് കിട്ടുന്നത് കേട്ടോ. ഞാൻ എൻ്റെ ചെടികൾക്ക് വേറെ ഒരു പിന്നെ വളവും കൊടുക്കണില്ല കേട്ടോ. ഇത് മാത്രമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ അടുക്കള മാലിന്യങ്ങൾ, കഞ്ഞിവെള്ളം, തേങ്ങൻ്റെ വെള്ളം, അതുപോലെ തന്നെ നമ്മൾ എന്ത് വേസ്റ്റ് ഇടാം കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ ഓറഞ്ച്, ഉള്ളി അങ്ങനത്തെ തൊലിയൊന്നും ഇടാൻ പറ്റില്ല എന്നുള്ള അങ്ങനെ ഒന്നുമില്ല. എല്ലാതും അതിലിടും. എന്ത് വേസ്റ്റും നമുക്കിതിൽ ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഇങ്ങനെ ഒരു 1/2 കപ്പ് വീതം ഇങ്ങനെ എല്ലാ ചെടിക്കും കൊടുത്താൽ മതി കേട്ടോ. ഇത്
നിങ്ങൾ ഒന്ന് ഇത് പിന്നെ പരീക്ഷിച്ചു നോക്കുക. കാരണം ഇത് വലിയൊരു റിസ്ക്കുള്ള പണിയൊന്നുമല്ല. ഈ ഒരു വാസന മാത്രമേ പ്രശ്നമുള്ളൂ. നമ്മളൊരു 4-5 കുടുംബമുള്ള ഒരു വീടാണെങ്കിൽ 4-5 ഒരു ചെറിയ കുടുംബമാണെങ്കിൽ അവിടെ നമ്മളെ വീട്ടിലുണ്ടാകുന്ന ആ ഒരു വേസ്റ്റ് മതി നമ്മളെ പച്ചക്കറിയും നമ്മളെ അടുക്കള പിന്നെ തോട്ടത്തിലുള്ള പച്ചക്കറികൾക്കും നമ്മൾ ഇനി എത്ര ചെടി ഉണ്ടെങ്കിലും പിന്നെ അതൊക്കെ പിന്നെ ഒരു വളം നമ്മൾ പുറത്തുനിന്ന് പൈസ കൊടുത്ത് വാങ്ങാതെ നമുക്ക് ഉണ്ടാക്കാം. അത് മാത്രം മതി കേട്ടോ. പിന്നെ കാരണം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ അത് വളമൊക്കെ പുറത്തുനിന്ന് വാങ്ങുകയാണെങ്കിൽ നല്ല പൈസ ആവുമല്ലോ. പിന്നെ ഇതിപ്പോൾ നമ്മൾ ഒരു പിന്നെ നമ്മളവിടെ ഇപ്പോൾ ഉള്ളത് ഇപ്പോൾ ഇപ്പോൾ വലിയ നമ്മൾ 2 വലിയ ആൾ പിന്നെ 2 ചെറിയ കുട്ടികളും ഉള്ളത്. ആ ഒരു വേസ്റ്റിൽ നിന്ന് പിന്നെ ആണിപ്പോൾ പിന്നെ നമ്മൾ ഈ ചെടികൾക്കൊക്കെ വളമായിട്ട് കൊടുക്കുന്ന ഈ ഒരു ഒറ്റ വേസ്റ്റ് നിന്നാണ് നമ്മൾ അടുക്കള മാലിന്യങ്ങളിൽ നിന്ന് മാത്രമാണ്. വേറെ ഒരു ചെടി നമ്മൾ പിന്നെ വളം നമ്മൾ പുറത്ത്. അപ്പോൾ ഇത് നമ്മൾ പിന്നെ ഇത് ഇങ്ങനെ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പേന ചാടിയിട്ടുണ്ടായിരുന്നു കേട്ടോ, കളർ. പിന്നെ ഇത് നമ്മൾ ഉപയോഗം കഴിഞ്ഞ് നല്ല കനമുള്ള, ഞാനിവിടെ ഒരു ഗ്രാനൈറ്റിൻ്റെ ഒരു പീസ് കൊണ്ട് അത് മൂടിയിട്ടുള്ളത് കേട്ടോ. ഇങ്ങനെ മൂടിയൊക്കെ ഇത് ഇവിടെ തുറന്ന് വെച്ചിട്ട് കുഴപ്പമില്ല. നമ്മൾ പിന്നെ വല്ല പട്ടിയോ പൂച്ചയോ കാക്കകളൊക്കെ തോണ്ടി ചാടിക്കാതിരിക്കാൻ പറ്റണ അങ്ങനത്തെ ഒരു പിന്നെ ഇതിൽ പിന്നെ കനമുള്ള എന്തെങ്കിലും അതിന് മൂടി വെക്കുക. എന്നിട്ട് നമ്മളിത് വെള്ളം ഫുള്ള് നിറച്ച് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ഇതിപ്പോൾ നമ്മൾക്ക് ഒഴിച്ച് കൊടുക്കാൻ പാകത്തിനുള്ള ഇതായിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഓരോ ദിവസവും ഓരോ ബക്കറ്റാണ് ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒഴിച്ച് കൊടുത്ത് പറഞ്ഞാൽ പുറത്തേക്കുള്ള പിന്നെ വാസനയൊക്കെ കുറയാൻ വേണ്ടിയിട്ട് എന്നും ഓരോ ബക്കറ്റാണ് നമ്മളിത് ഒഴിച്ച് കൊടുക്കുന്നത്. ഞാനിവിടെ ഉണ്ടാക്കിയ ചെടിയാണെങ്കിലും പിന്നെ പച്ചക്കറി ആണെങ്കിലും ഇതെല്ലാം ഈ ഒരു വളം മാത്രം ഉപയോഗിച്ചിട്ടാണ് കേട്ടോ. ഇതൊക്കെ ഈ പച്ചക്കറികളൊക്കെ ഉണ്ടാകുന്നത് നമ്മൾ ഈ ഒരു വളം മാത്രമേ ഉപയോഗിക്കണുള്ളൂ. അതുപോലെ തന്നെ അവിടെ പയർ, പിന്നെ വഴുതനങ്ങ, പിന്നെ ചോളം, അതുപോലെ തന്നെ ഈ ഇതുണ്ടല്ലേ, ഈ നമുക്ക് കണ്ടാൽ മനസ്സിലാവും ഈ ഒരു ഇതിൻ്റെ പിന്നെ ഈ ഒരു പ്ലാവിൻ്റെ തൈൻ്റെ ഒരു കരുത്ത്, ഒരു കളറൊക്കെ കണ്ടാൽ തന്നെ നമുക്കിത് മനസ്സിലാവും. ഇത് പിന്നെ ഇതിൻ്റെ ഈ വളത്തിൻ്റെ ഒരു എഫക്റ്റ് എത്രയുണ്ട്. നമ്മളെല്ലാ പച്ചക്കറി ഇത് ഇങ്ങനത്തെ ഈ ഒരു വളം കൊണ്ട് മാത്രമാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. പുറത്തുനിന്ന് ഒരു ഇംഗ്ലീഷ് വളം ഒന്നും നമ്മൾ പ്രയോഗിക്കണില്ല. അത് നിങ്ങൾക്ക് ഇവിടെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഇവിടെ എന്തെങ്കിലും ഈ പച്ചക്കറി, പിന്നെ അതുപോലെ തന്നെ ഇവിടെ കരിമ്പ്, പിന്നെ തക്കാളി, ഏലം, അത് കണ്ടില്ലേ. അപ്പോൾ അതൊക്കെ ഈ ഒരു നമ്മളെ ഈ ഒരു വളം മാത്രമാണ് ഉപയോഗിക്കുന്നത്. വേറെ ഒരു വളം നമ്മൾ ഉപയോഗിക്കണില്ല. ഇവിടെ ഏലം കണ്ടില്ലേ, ഇതൊക്കെ നമ്മൾ ഈ ഒരു പിന്നെ വളം കൊണ്ട് മാത്രമാണ്. കരിമ്പൊക്കെ കണ്ടില്ലേ, കരിമ്പൊക്കെ എന്താണ് ചാറ് നല്ല കരുത്തിൽ വളരുന്നുണ്ട്. കണ്ടില്ലേ, ഈ കരിമ്പൊക്കെ നല്ല ചാറിങ്ങനെ കരിമ്പ് നമ്മൾ തമിഴ്നാട്ടിലാണ് കാണൽ. അതുപോലെ ഈ വെള്ളം നമ്മളൊരു 15 ദിവസം കൂടുമ്പോൾ ഒരു അരപ്പാട്ട പിന്നെ അരപ്പാട്ടയാണ് ഇത് ഒഴിച്ച് കൊടുക്കണം കേട്ടോ. 15-20 ദിവസം കൂടുമ്പോൾ ഒന്ന് എടുക്കണം. അല്ലാതെ എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ഒഴിച്ചിട്ടുണ്ടെങ്കിൽ തുരുമ്പിക്കൽ കേട് വരും കേട്ടോ, വളർച്ചയ്ക്ക് ഒരു പ്രശ്നം വരും. 15 ദിവസത്തിൽ പിന്നെ താഴാൻ പാടില്ല കേട്ടോ. നമ്മൾ 10 ദിവസത്തിൻ്റെ ഇടയിലൊന്നും ഇത് ഈ വളം നമ്മൾ പിന്നെ ഒഴിച്ച് കൊടുക്കാൻ പാടില്ല. നമ്മൾ പിന്നെ 15 ദിവസം തന്നെ കഴിഞ്ഞിട്ട് മാത്രമേ നമ്മളിത് ഒഴിച്ച് കൊടുക്കാൻ പാടുള്ളൂ. നമ്മളെല്ലാ പച്ചക്കറിയും ഇത് ഈ ഒരു വളം കൊണ്ട് മാത്രം പറഞ്ഞില്ലേ. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ എൻ്റെ എല്ലാ പച്ചക്കറിയും ചെടികളൊക്കെ ഒന്ന് ഞാൻ കാണിച്ചു തരാം. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് കണ്ടില്ലേ, കുക്കുമ്പറൊക്കെ നല്ല ഉണ്ടായിട്ട് ഇതുമ്പോൾ കായ ഉണ്ടാവണമുണ്ട് കേട്ടോ. ഞാൻ ഇന്നലെ അത് കാണിച്ചതാണ്. പക്ഷേ ഈ വളത്തിൻ്റെ അത് കാണുമ്പോൾ നിങ്ങൾക്ക് അതൊന്ന് കാണിച്ചു തരണമല്ലോ. അതുപോലെ തന്നെ ഇവിടെ ജർജീറുണ്ട്. ഇതൊക്കെ ഈ ഒരു വളം മാത്രമാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഇത് കണ്ടില്ലേ, ഈ പ്ലാവൊക്കെ ഈ പിന്നെ ചാക്കിലായിട്ടും ഇങ്ങനെ എത്ര ഉഷാറിൽ ഇത് ഉണ്ടാവുന്നുണ്ട്. പിന്നെ നമ്മൾ
എല്ലാ ചെടികളും ഇതൊക്കെ ഈ ചെടികളൊക്കെ ഞാൻ ആ ഒരു വളം മാത്രമാണ് പിന്നെ കൊടുക്കുന്നത് കേട്ടോ. നിങ്ങൾക്കിതൊക്കെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഈ പിന്നെ വളത്തിൻ്റെ ഒരു ഗുണം എത്ര ഉണ്ടെന്ന്. അപ്പോൾ നമുക്ക് അടുക്കള മാലിന്യം മാത്രം മതി. വേറെ ഒരു നമ്മളെ വീട്ടിൽ 4 ആളുണ്ടെങ്കിൽ അവിടെ ഉണ്ടാകുന്ന അടുക്കള വേസ്റ്റ് മാത്രമാണ് നമ്മളിത് ഉപയോഗിക്കുന്നത് കേട്ടോ. വേറെ ഒരു വേസ്റ്റ് നമ്മൾ എടുക്കണില്ല. പിന്നെ വേറെ ഒന്നും ഇടേണ്ട കാര്യമില്ല. നമ്മളെ വീട്ടിലുള്ള വേസ്റ്റ്, മീൻ കഴുകിയ വെള്ളം, ഇറച്ചി കഴുകിയ വെള്ളം, അതുപോലെ തന്നെ തക്കാളി അങ്ങനത്തെ പച്ചക്കറിൻ്റെ വേസ്റ്റുകൾ ഫുള്ള് നമ്മളത് കളയാതെ തന്നെ അതിൽ ഇടുക. ഒരു പിന്നെ നല്ലൊരു ബാരലോ അല്ലെങ്കിൽ ഒരു പെയിൻറ്റിൻ്റെ ബക്കറ്റ് ഒഴിവാക്കണ ഏതെങ്കിലും ഒരു പിന്നെ ബക്കറ്റ് നമ്മൾ എടുത്തിട്ടോ അല്ലെങ്കിൽ ചെയ്യട്ടോ. അങ്ങനെ അതൊരു ഒരാഴ്ച കൊണ്ട് തന്നെ അത് പിന്നെ വളമായി കിട്ടും. എന്നാലും നമുക്ക് കുറച്ചുകൂടി പിന്നെ വെയിറ്റ് ചെയ്തിട്ടൊരു 10-15 ദിവസം കഴിഞ്ഞിട്ട് നമ്മളിത് ഉപയോഗിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ഒരു ഉഷാറാവും കേട്ടോ. അങ്ങനെ പിന്നെ ഒരു 1/4 കപ്പ് വെള്ളത്തേക്ക് 1 കപ്പ് തോതിൽ പിന്നെ ഇത് വെള്ളം നേർപ്പിച്ചിട്ട് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. നേർപ്പിക്കാതെ നമ്മളിത് ഒരു ചെടിക്ക് ഒഴിച്ചു കൊടുക്കരുത് കേട്ടോ. നേർപ്പിക്കാതെ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ആ ചെടി അങ്ങോട്ട് പെട്ടെന്ന് നമ്മൾ രാസവളം ഇട്ട് ഇതുമാതിരി അങ്ങോട്ട് കരിഞ്ഞു പോകും കേട്ടോ. പറ്റ അങ്ങോട്ട് കരിഞ്ഞ് നശിച്ചാണ് പോകും. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ 1/4 കപ്പ് പിന്നെ വെള്ളത്തിൽ 1 കപ്പ് വെള്ളം, 1/4 കപ്പ് ഈ വളം എടുക്കുക. എന്നിട്ട് 1 കപ്പ് വെള്ളം പിന്നെ അത് ഫുള്ളാക്കുക. അങ്ങനെ നമ്മൾ എത്ര ഉള്ളത് വെച്ചാൽ അതിനനുസരിച്ചിട്ട് ഒരു 1/4 ബക്കറ്റ് വെള്ളമാണെന്നുണ്ടെങ്കിൽ ഈ വളമാണെന്നുണ്ടെങ്കിൽ അതിൽ നമ്മൾ പിന്നെ ഫുള്ള് പിന്നെ ഈ പച്ചവെള്ളം നമ്മളിതിൽ ചേർത്ത് നേർപ്പിച്ചിട്ട് മാത്രം ഒഴിവാക്കി പിന്നെ ഒഴിച്ചു കൊടുക്കുക. പിന്നെ ഇത് പച്ചക്കറിക്ക് കൊടുക്കുമ്പോൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ പച്ചക്കറിക്ക് കൊടുക്കുമ്പോൾ ഈ ചെറിയൊരു 3-4 ഇല ആയതിന് തീരെ ഒഴിച്ച് കൊടുക്കരുത് കേട്ടോ. അത് നിറഞ്ഞ പിന്നെ ഒരു കപ്പ് വെള്ളത്തേക്ക് 1 കപ്പ് പിന്നെ വളം അങ്ങനത്തെ ഇതിൽ നേർപ്പിച്ച് മാത്രം കൊടുക്കാൻ പാടുള്ളൂ. അല്ലാതെ നമ്മൾ മറ്റേ രീതിയിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ രാസവളമൊക്കെ ഇട്ടിട്ട് ഉണങ്ങി പോകണം, അതേമാതിരി ഉണ്ട് ഉണങ്ങി പോകട്ടോ. ഇത് രാസവളത്തിൻ്റെ അതേമാതിരിയുള്ള ഒരു എഫക്റ്റ് തന്നെയാണ് ഈ ഒരു വളം നമുക്ക് തരുന്നത്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഞാനിനി പിന്നെ കൂടുതലായിട്ട് ഈ വീഡിയോ നീട്ടിക്കൊണ്ട് പോകണില്ല. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് ലൈക്ക് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്യുക. നിങ്ങൾ ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വേറെ ഏതെങ്കിലും രീതിയിൽ ഈ വളം ചെയ്യുന്നുണ്ടെങ്കിൽ അതും ഒന്ന് അറിയിക്കുക കേട്ടോ. അപ്പോൾ ഇനി കൂടുതലായിട്ട് ഞാനൊന്നും പറയണില്ല കേട്ടോ. നമ്മൾ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് രൂപത്തിൽ അറിയിക്കുക കേട്ടോ. വീണ്ടും ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ കാണുന്നത് വരെ എല്ലാവർക്കും നമസ്കാരം.